നമസ്കാരം. അങ്കമാലി സ്പന്ദനം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് യൂത്ത് കോൺഗ്രസ്സുകാർ കർഷക ദിനത്തിൽ 1-ാം തീയതി ഇന്ന് കുറച്ച് വാഴക്കണ്ണുകൾ നടുന്നുണ്ട്. 150ഓളം വാഴക്കണ്ണുകൾ നടുന്ന സ്ഥലമാണിത്. അത് ചെമ്പന്നൂര് റിങ്സ് എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ കർഷകൻ എന്റെ 2 പ്രാവശ്യം അവാർഡ് മേടിച്ച റിങ്സിന്റെ നേതൃത്വത്തിലാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ഈ വാഴ കൃഷിയിലേക്ക് കിടക്കുന്നത്. അപ്പൊ അതിന് റോജി എം ജോൺ MLA ആണ് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പൊ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കളെ, ഇന്ന് ചിങ്ങം 1 കർഷക ദിനം. നമ്മൾ എല്ലാ കൊല്ലം വ്യത്യസ്തമായ രീതിയിൽ ചിങ്ങം 1 കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ പല പദ്ധതികളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ആദ്യം നമ്മൾ 2 വർഷം മുമ്പ് ഏത്തവാഴക്കണ്ണ് നമ്മൾ വിതരണം നടത്തി. അതുപോലെ തന്നെ നമ്മൾ നെൽകൃഷി നടത്തി. അതുപോലെ തന്നെ വീണ്ടും വാഴകൃഷി നമ്മുടെ അങ്ങാടിക്കട ഭാഗത്ത് നമ്മൾ വാഴ കൊടുത്തു. വീണ്ടും നമ്മൾ ചമ്മന്നൂര് ഈ ഭാഗത്ത് തന്നെ നമ്മൾ ഇവിടെ ഈ പ്രദേശം എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാട് പിടിച്ചോട്ടുന്ന സ്ഥലമായിരുന്നു. അപ്പൊ ഇവിടുത്തെ എന്റെ ഓണർ ഇവിടെ ഇല്ല, പെരുമ്പാവൂരുള്ള ഓണറാണ്. അപ്പൊ ആളുടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്ഥലത്ത് കൃഷി ഇറക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ ചിങ്ങം 1 കൃഷി ഇറക്കാണ്. അപ്പൊ ഈ പരിപാടിയിലേക്ക് എത്തിയ എല്ലാവർക്കും സ്വാഗതം പറയാൻ വേണ്ടി നമ്മുടെ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് EP വരിസനെ ക്ഷണിക്കുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരെ, പ്രിയ നാട്ടുകാരെ, ഇന്ന് ചിങ്ങം 1 കർഷക ദിനമായി ആചരിക്കുന്നത് നമ്മുടെ റിൻസ് ഇതേപോലെ പല സ്ഥലങ്ങളിലും എല്ലാ വർഷവും കൃഷി ഇറക്കാറുണ്ട്. നെൽകൃഷിയായാലും വാഴകൃഷിയായാലും അങ്ങനെ പലവിധ കൃഷികൾ റിൻസ് ചെയ്യുന്നുണ്ട്. അതോടനുബന്ധമായി ഈ വർഷവും വാഴകൃഷി നടാൻ തീരുമാനമെടുത്തു. ഈ പറമ്പ് ഇതിനെ കാട് പിടിച്ചെടുക്കുകയായിരുന്നു. ആ കാട് ഇന്നലെ ഇറ്റാച്ചി കൊണ്ടുവന്ന് നിലവിലാക്കി തൊഴുത്ത് വാഴ വയ്ക്കാനുള്ള സംവിധാനം ചെയ്യുകയും അതോടനുബന്ധിച്ച് തന്നെ ഇന്ന് പള്ളി പഠിക്കുന്നതിന് മറ്റേ വിത്ത് വിതരണം ഉണ്ടായിരുന്നു. വാഴക്കണ്ണ് അത് കിൻഡൽ വാഴ കണ്ണായിരുന്നു. അതൊരു 50 വിതരണം ചെയ്യുകയും ഈ യോഗത്തിന്റെ അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട റിൻസ് ജോസ്, ഈ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അങ്കമാലിയുടെ പ്രിയപ്പെട്ട MLA ശ്രീ റോജി എം ജോൺ, മറ്റ് സ്നേഹമുള്ള യൂത്ത് കോൺഗ്രസിന്റെയും സമുന്നതരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ റിൻസിന്റെ നേതൃത്വത്തിൽ ചിങ്ങം 1 പലവിധ പദ്ധതികൾ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തി വരികയാണ്. ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ ഇന്ന് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു ഭൂമിയായിരുന്നു ഇത്. 2 ദിവസം ഹിറ്റാച്ചി കൊണ്ടുവന്ന് നിരത്തി വളരെ പെട്ടെന്ന് തന്നെ ഇത്തരമൊരു കൃഷിയിലേക്ക് നമ്മുടെ യൂത്ത് കോൺഗ്രസിലെ സഹപ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി റിൻസ് ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഏറെ സ്നേഹത്തോടു കൂടി നേരുകയാണ്. ഇന്ന് അതിവിപുലമായ ചടങ്ങുകളാണ് നടത്തിയത്. ഓരോ കർഷകനെയും, മണ്ണിൽ പണിയെടുക്കുന്നവരെ ഓരോ കർഷകനെയും കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ കൊടുത്ത്, അവർക്ക് വേണ്ടുന്ന അംഗീകാരങ്ങൾ കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം. എല്ലാ വർഷവും ഇതുപോലെയുള്ള ചടങ്ങുകൾ നടത്തുകയും വേറെ തരിശായി കിടക്കുന്ന ഭൂമികൾ കണ്ടെത്തി ഇതുപോലെ തന്നെ ഉള്ള കൃഷികൾ നടത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ നേതാക്കളെ, സഹപ്രവർത്തകരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസ് ഒരു വേറിട്ട പരിപാടി നാടിനേറെ പ്രയോജനം നൽകുന്ന രീതിയിൽ കാർഷിക മേഖല പിന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്യമം യൂത്ത് കോൺഗ്രസ് വളരെ വർഷങ്ങളായി തന്നെ, കഴിഞ്ഞ വർഷങ്ങളിലും ഇതേപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു. രാവിലെ അങ്ങാടിക്കടവിൽ യൂത്ത് കോൺഗ്രസ് റിൻസും അതുപോലെ അഡ്വക്കേറ്റ് ബേസിൽ പീറ്ററിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള വാഴക്കണ്ണ് വിതരണം കാണാനിടയായി. അപ്പോൾ അതിനകത്തൊക്കെ യൂത്ത് കോൺഗ്രസ് വളരെ രാജ്യത്തിന് പ്രയോജനകരമായ ഒരു ശ്രമമാണ് നടത്തി വരുന്നത്. എല്ലാ മണ്ഡലം പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, ഇവിടെ എത്തിയിരിക്കുന്ന കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സമുന്നതരായ നേതാക്കൾ, നമ്മുടെ നാടിന്റെ ഒരു മുഖമുദ്ര തന്നെയാണ് കാർഷിക വിദ്യ എന്ന് പറയുന്നത്. ഇന്ന് പല മേഖലകളിലും കാർഷിക വിദ്യ അന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ചെമ്മന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വശത്ത് വ്യവസായ മേഖലയാണ്, അതുപോലെ തന്നെ കാർഷിക മേഖല കൂടിയാണ് ഈ പ്രദേശം. ഒട്ടനവധി കർഷകർ ഇവിടെ പലതരത്തിലുള്ള കാർഷിക വിദ്യയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ഇന്ന് ചിങ്ങം 1 കർഷക ദിനത്തോടനുബന്ധിച്ച് എല്ലാ കൊല്ലവും നടത്താറുള്ളത് പോലെ യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട റിൻസിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഇന്ന് നടത്തുകയുണ്ടായി. ഇനിയും വരുന്ന നാളുകളിലും ഇതുപോലെ കാർഷിക വിദ്യയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൃഷി രീതിയിലൂടെ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി. നമസ്കാരം.
യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ചിങ്ങം 1 ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട റിൻസ് നല്ലൊരു കർഷകനാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ തലമുറ കാർഷിക വൃത്തിയിലേക്ക് കടന്നു വരാനായിട്ട് താല്പര്യപ്പെടാത്ത ഒരു സമയമാണ്. പക്ഷേ റിൻസിനെ സംബന്ധിച്ചിടത്തോളം റിൻസ് എല്ലാ കാലത്തും രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം സ്വന്തമായി കൃഷിയും മറ്റ് സംരംഭങ്ങളും ഒക്കെ ഏറ്റവും മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു യുവ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ അദ്ദേഹം നേരത്തെയും കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ ഇവിടെ ഈ കാട് പിടിച്ച് കിടന്നിരുന്ന ഒരു സ്ഥലം കണ്ടെത്തി അതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് സ്ഥലം ഒരുക്കിയെടുത്ത് ഇപ്പോൾ ഇവിടെ ഈ വാഴ കൃഷി നടത്തുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇന്നത്തെ തലമുറയ്ക്ക്, പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് ഏറെ മാതൃകാപരമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ച്, പ്രത്യേകിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൂതനമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്ന റിൻസിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ ടീമിനെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും പുതുവത്സരത്തിന്റെയും കർഷക ദിനത്തിന്റെയും മംഗളങ്ങൾ വളരെ സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഈ ലോകത്ത് നന്ദി പറയാനായിട്ട് നമ്മുടെ വാർഡ് കൗൺസിലർ ഏവർക്കും നമസ്കാരം. ഇന്ന് ചിങ്ങം 1 1201 ആണ്ട്. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. ഇന്ന് ചമ്പന്നൂർ പ്രദേശത്ത് നമുക്ക് 3 കർഷകരെയാണ് നമുക്ക് നഗരസഭയിൽ ആദരിക്കാൻ കഴിഞ്ഞത്. അതിലേറെ അഭിമാനം തോന്നുന്നു. നമ്മൾ റിൻസിനെ 2 വർഷം മുൻപ് ഇതുപോലെ നഗരസഭയിൽ വെച്ച് യുവ കർഷകനായിട്ട് തെരഞ്ഞെടുക്കുകയും അനുമോദനങ്ങളൊക്കെ നൽകുകയും ചെയ്യുന്നു. എല്ലാ വർഷങ്ങളിലും നമ്മൾ സാധാരണ ഒരു 2-3 പേര് നമ്മുടെ ചമ്പന്നൂരിൽ നിന്ന് കർഷകരെ നമ്മൾ തെരഞ്ഞെടുത്ത് അവർക്ക് അനുമോദനങ്ങൾ നൽകാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചമ്പന്നൂർ പ്രദേശം എന്ന് പറയുന്നത് വ്യവസായ മേഖലയാണെങ്കിൽ പോലും കൃഷിയെ കൂടുതൽ സ്നേഹിക്കുന്ന നാട്ടുകാരാണ് ഈ പ്രദേശത്തുള്ളത്. അപ്പൊ ഇത് എല്ലാവർക്കും ഇതിലൊരു പ്രോത്സാഹനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന ഏവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.